ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നമുക്കറിയാം വാർത്താ സമ്മേളനത്തിനൊക്കെ ചെല്ലുമ്പോൾ അവരെ വലിയ പഠിപ്പിക്കലാണ് പരിപാടികളൊക്കെ ഉള്ളത്. എന്നാലും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴൊക്കെ കൃത്യമായിട്ട് വാർത്താ സമ്മേളനം എല്ലാവരും കൊടുക്കുമായിരുന്നു, ലൈവായിട്ട് തന്നെ കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തോട് രാഷ്ട്രീയപരമായ എതിർപ്പുള്ള പ്രസ്ഥാനങ്ങൾ പോലും മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ അന്ന് പാർട്ടി സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ തോതിലുള്ള പരാതി ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന് കിട്ടിയതുപോലുള്ള വാർത്താ പ്രാധാന്യം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായപ്പോൾ കിട്ടുന്നില്ല എന്നുള്ള ദേശാഭിമാനിയുടെ മറ്റു വിലാപങ്ങളാണ്. അതിനകത്ത് ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ അവർക്ക് പറയാൻ നാണമില്ല എന്ന് നമുക്ക് വളരെ സിമ്പിൾ നാണമില്ല, ഉളുപ്പില്ല, അത് ചോദിക്കേണ്ട കാര്യമില്ല. ആദ്യം ചോദിക്കേണ്ടത് അതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ന്റെ ഒരു പൊതു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാധ്യമങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത് അതായത് അവർ പറയുന്നത് എന്താ, മാധ്യമങ്ങൾ എപ്പോഴും ഞങ്ങളെ കടന്നാക്രമിക്കുന്നത് അവർ പറയുന്നത്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന കള്ളത്തരം A to Z എല്ലാം പൊളിച്ചെടുക്കുന്ന മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വയനാട്ടിൽ അവിടുത്തെ ആ ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ചിട്ട് അവിടെ പത്രസമ്മേളനം നടത്തി. ഇത് ഈ കൈരളി മാത്രമേ ലൈവ് കൊടുത്തുള്ളൂ അവസാനം വരെ. ബാക്കിയുള്ളവരൊന്ന് കാണിച്ച് വിട്ടു എന്നാണ്. പകർത്തലും സമയം വളരെ കുറവാണ്, ഏതാനും മിനിറ്റുകൾ മാത്രം കാണിച്ചെങ്കിൽ അവസാനിപ്പിച്ചെന്നാണ് അതിന് പറയുന്നത്. പരാതി. അതെ, അതിൽ ഇവർ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഇവർക്ക് മാധ്യമങ്ങളെ ഒരു കാലത്ത് ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു, പ്രത്യേകിച്ച് പിണറായിക്ക്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഞങ്ങൾക്ക് ഇപ്പൊ മാധ്യമ പരിഗണന കിട്ടുന്നില്ല എന്ന് ഇവർക്ക് ഇത് പറയാൻ എന്താണ് അർഹത? ഒരു അർഹതയില്ല. പക്ഷേ അത് ഉളുപ്പ് വേണമല്ലോ. ഈ ഉളുപ്പെന്നൊരു സാധനം ഉണ്ടല്ലോ. ഈ പിണറായി വിജയൻ്റെയും അതല്ലെങ്കിൽ CPM നേതാക്കന്മാരുടെ ഒക്കെ തന്നെ, അല്ലെങ്കിൽ വളർന്നു വരുന്ന പുതിയ തലമുറ നേതാക്കന്മാർ പോലും ചാനൽ ചർച്ചകരും വരെ സംസാരിച്ച് കണ്ടിട്ടുണ്ട്. അവർ പുച്ഛമാണ്. അവർ പറയുന്നത് നിങ്ങളെല്ലാം കൂടെ ഞങ്ങളെ നേരിടാൻ വരെയാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം വേണം, അങ്ങനെ പറഞ്ഞു കണ്ടിട്ടില്ല. അത് ഞാൻ ഇറങ്ങിപ്പോവും. അപ്പോൾ ഇമാതിരിയുള്ള ഒരു രീതിയാണ് ഇവരെപ്പോഴും സ്വീകരിക്കാറുള്ളത്. ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. അതെ, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രസക്തിയുണ്ട്. മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പ്രസക്തി എന്നതിനേക്കാൾ ഉപരി മുഖ്യമന്ത്രി പദവിയുണ്ട്. അത് എന്താണ് കേട്ടേ പറ്റുള്ളൂ. അത് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഉദാഹരണത്തിൽ ഇപ്പം ഞാൻ പറയുന്നത്, ഈ മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ട് ചാനലുകൾക്ക് ഗതികേട് അല്ലെങ്കിൽ അവരുടെ ആ അവസ്ഥ കൊണ്ട് സംരക്ഷണം ചെയ്യേണ്ടതായിരുന്നു ഈ വൈകിട്ട് കോവിഡ് സമയത്ത് പത്രസമ്മേളനം. അതിൽ ഒരു പത്രസമ്മേളനം അദ്ദേഹം നടത്തിയ സമയത്ത് ഇങ്ങനെ പറയാ, മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കണം, എന്നിട്ട് കുറെ ഈ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പലവ്യഞ്ജന സാധനങ്ങളുടെ കുറെ എണ്ണത്തിന്റെ ലിസ്റ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇത് പലചരക്ക് കടയിൽ ചെന്ന് സാധനം മേടിക്കുന്ന പോലെ ലിസ്റ്റ് ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ പറയണ്ട. അതൊക്കെ ലൈവായിട്ട് കൊടുക്കേണ്ടി വന്നത് അന്ന് എന്താണ് മാധ്യമങ്ങൾ അതായിരുന്നു സാഹചര്യം അതായിരുന്നു. ഇതേപോലത്തെ ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യം ഒരു പ്രതിപക്ഷ നേതാവെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമം മാത്രമല്ല, ജസ്റ്റിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് പണ്ടത്തെ കാര്യമൊന്നും അറിയില്ല. ഇപ്പോൾ ഈ നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ടെലിവിഷൻ ചാനലുകൾ കേരളത്തിൽ വ്യാപകമായ 96 മുഖ്യമന്ത്രിയായ കാലത്താണ്. പിന്നെ ഇങ്ങോട്ട് വന്ന് നമുക്ക് നായനാരാണെങ്കിലും AK ആന്റണി, VS, ഉമ്മൻചാണ്ടി ഇവരെല്ലാവരും മന്ത്രിസഭ യോഗം കഴിഞ്ഞ് പത്രസമ്മേളനം നടത്തുമായിരുന്നു. കൃത്യമാണ്. മാത്രമല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി ക്യാബിനറ്റ് യോഗം കഴിഞ്ഞ് പത്രസമ്മേളനം നടത്താറില്ല. നമ്മൾ മുഖ്യമന്ത്രി അടുത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പല സംസ്ഥാനങ്ങളിൽ. പക്ഷെ അങ്ങനെയുള്ളപ്പോഴും കേരളത്തിൽ ഇവരെല്ലാം അത്രയും വലിയ മിടുക്കന്മാരായിരുന്നു. ഇപ്പോൾ അവർ പത്രസമ്മേളനം നടത്തുമായിരുന്നു, അവിടെ അഭിപ്രായ പ്രകടനം നടത്താമായിരുന്നു. VS-നെ നമുക്കറിയാമല്ലോ. VS പത്രസമ്മേളനം നടത്തി കഴിഞ്ഞിട്ട് അത് എണീക്കും, എന്നിട്ട് നടന്ന് ഇങ്ങനെ വരും ആ PRD-യിലുള്ള ഹാളിൻ്റെ ആ ഒരു വളവുണ്ട്, അവിടെ എത്തുമ്പം ആരെങ്കിലും വിളിച്ചു വയ്ക്കും ഒരു ചോദ്യം, അതിനുള്ള മറുപടി VS റെഡി ആയിരിക്കും. അതൊരു വിവാദമായിരിക്കും. അത് CPM-നുള്ളിൽ അന്ന് കത്തിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് പിണറായി വിജയൻ ഈ പത്രസമ്മേളനം നടത്തിയില്ല. വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം പത്രസമ്മേളനം നടത്തുള്ളൂ. ക്യാബിനറ്റ് ബ്രീഫിംഗ് എന്ന് പറഞ്ഞ പരിപാടി പുള്ളി നിർത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ചോദ്യങ്ങളോട് എന്നും ഭയങ്കര അസഹിഷ്ണുതയോടെയാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്, പ്രതികരിച്ചിട്ടുള്ളത്. ചോദ്യങ്ങളോടല്ല, ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങളോട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചോദ്യം ചോദിക്കാൻ അവിടെ ആളിനെ വെച്ചിട്ടുണ്ട്. അവർ ചോദിക്കുമ്പോൾ പ്രസക്തമായ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്, നിങ്ങൾ പറഞ്ഞ വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് അത് കടലാസെടുക്കും. കാര്യം ചോദ്യം നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ പേപ്പർ വായിക്കുന്നത് തന്നെ അതിലേക്ക് ബോറായിരിക്കും. കാരണം ഒരു വാക്ക് പറഞ്ഞ് അടുത്ത വാക്ക് പറയാൻ പിന്നെ ഒരു 10 മിനിറ്റ് എടുക്കും. അതെ, ഇത് കേൾക്കാൻ സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇത് ആളുകളെ സംബന്ധിച്ച് അത് അവർക്കൊരു മടുപ്പാണ്. അല്ല, ഇത് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് കൃത്യമായിട്ട് വാർത്താ സമ്മേളനത്തിൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കാറുണ്ട് കാര്യങ്ങൾ. നമ്മളെപ്പോഴും പറയും എഡിറ്റഡ് സംസാരമാണെന്ന് വരെ പറയും. കാരണം കൃത്യമാണ്, നിർത്തി വളരെ വ്യക്തമായ സ്ഫുടമായ ഭാഷയിൽ. പക്ഷേ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ എല്ലാ അവസ്ഥയും മൊത്തം മാറി. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉപദേഷ്ടാക്കളെ പറഞ്ഞാണ്, മുഖ്യമന്ത്രിയാണ് പാർട്ടി സെക്രട്ടറി അല്ല, അതുകൊണ്ട് വളരെ ഓതൻറ്റിസിറ്റിയോടെ ഞങ്ങൾ എഴുതി തരാം, ഇതങ്ങ് വായിച്ചാൽ മതി എന്ന് പറഞ്ഞതാണ്. അതായിരിക്കും സംഭവിച്ചത്. ആദ്യം ചോദ്യം ചോദിച്ചാൽ പുള്ളി പ്രഭാവം തന്നെ ആവും. ഇതിൽ ഒരുപക്ഷെ കൈരളിയും ദേശാഭിമാനിയും ഒക്കെ അവർ കാണുന്ന മറ്റൊരു തലം എന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശന് മാധ്യമങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു. അതിന് കാരണമായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയത്, അദ്ദേഹം പറയുന്ന അന്നത്തെ വിമർശനമാണെങ്കിലും അഭിപ്രായം അതിലൊരു കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്,
ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റവും വളരെ ലളിതമായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. അദ്ദേഹം നല്ല അക്കാഡമിക്കാണ്. നമ്മൾ അതെപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മുടെ മുഖ്യമന്ത്രിമാരിൽ ഒരു പക്ഷേ അച്യുതമേനോന് ശേഷം ഇത്രയും അക്കാഡമിക്കലായി കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തൊരു മുഖ്യമന്ത്രി വീട് തന്നെ ആയിരിക്കും. ബാക്കിയുള്ളവർ മോശക്കാരത്തില്ല, അവർക്ക് മിടുക്കന്മാരുണ്ട്. പക്ഷേ പുള്ളിക്ക് എല്ലാ കാര്യത്തിലും അക്കാഡമിക്കൽ അപ്രോച്ചുണ്ട്. പുള്ളി കൃത്യമായിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരാളാണ്. ആഗോള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നല്ല ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും നന്നായിട്ട് തിളങ്ങാൻ കഴിഞ്ഞു. അപ്പം അതേ പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം ഇപ്പം ഈ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും നടത്തുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദമൊക്കെ, അത് സത്യം പറഞ്ഞാൽ അദ്ദേഹം സാധാരണ മാധ്യമങ്ങളാണ് ഈ വിഷയത്തിൽ കടന്നാക്രമിക്കുന്ന മാധ്യമങ്ങളെ അദ്ദേഹം അന്നത്തെ ഉത്തരം കൊണ്ട് പിന്നൊന്നും നിശബ്ദരാക്കി കളയുമായിരുന്നു. ഉപചോദ്യം ഇല്ല ആർക്കും. എന്തിന് അസംബ്ലിയിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഉപചോദ്യം ഇല്ല. അദ്ദേഹത്തിന്റെ ഉത്തരം കൊണ്ട് തൃപ്തിപ്പെടാനേ ഈ പറഞ്ഞ ദേശാഭിമാനിക്കും കൈകളിക്കൊക്കെ അന്ന് സാധിച്ചിരുന്നുള്ളൂ. അപ്പം സാധാരണക്കാരായ ജനങ്ങൾ നോക്കുമ്പോൾ ഇത്തരത്തിലൊരു മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ മൊത്തത്തിലൊരു സ്വീകാര്യത ഒരു വി.ഡി. സതീശന് കിട്ടുന്നുണ്ട്. അത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും. അപ്പം ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴത്തേക്കും അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സതീശന് കിട്ടിയതിന്റെ ആ ഒരു അത്രയത്തിലേക്ക് സ്വീകാര്യതയിലേക്ക് എത്താനായിട്ട് പിണറായിക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി ഇവർ ഇതിൽ പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു കൂടുതൽ വിഷ്വൽ മീഡിയ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്, പ്രിന്റ് മീഡിയക്കാണ്. ഈ ഒരു ബോഡി ലാംഗ്വേജിനൊക്കെ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. സതീശനെ കണ്ടിട്ടുണ്ട്, വി.ഡി. സതീശൻ്റെ പത്രസമ്മേളനം അതിൻ്റെ ബോഡി ലാംഗ്വേജിൻ്റെ ജസ്റ്റേഴ്സ് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് തോന്നുന്നത് കാണാം, ഇത് കൊള്ളാം, ഇദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. മറ്റേ ഇങ്ങനെ ഇതേ വടിവല ഇരുന്നത് പിണറായി വിജയൻ ഇങ്ങനെ കടലാസ് നോക്കി വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ലോകത്ത് ആർക്കും ഇത് കാണാൻ തോന്നില്ല. അതേ എത്ര മഹത്തായ കാര്യം പറഞ്ഞാൽ നമുക്ക് നോക്കാൻ താല്പര്യം വരും. വിഷ്വൽ മീഡിയയുടെ കാലത്ത് നമ്മൾ അതിനനുസൃതമായ രീതിയിൽ വേണം. എന്നിട്ട് വി.എസ്. അച്യുതാനന്ദനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അദ്ദേഹം പഴയ കാലത്തിൻ്റെ ആളുടെ സ്റ്റാലിനിസ്റ്റാണെന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹം മുഖ്യമന്ത്രി, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴുണ്ടല്ലോ, കറക്റ്റായിരുന്നു. ഇലക്ട്രോണിക് മീഡിയയ്ക്ക് പറ്റിയ ആളായിരുന്നു. ഇപ്പം ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ കൈരളിയുടെ കഴിഞ്ഞ ദിവസത്തെ ലൈവ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ലൈവിൻ്റെ അവരുടെ വ്യൂസ് നോക്കിയപ്പം 8.4 ആയിരുന്നു. പിന്നീട് അതെന്തോ 8.6 എങ്ങാണ്ടായി. അതായത് 10,000 പോലും തികച്ച് കണ്ടിട്ടില്ല. കേരളത്തിലെ സഖാക്കളുടെ എണ്ണം എടുത്താൽ എന്തായാലും 10,000 പേർ അല്ലല്ലോ. അപ്പോൾ CPM-കാർ പോലും അദ്ദേഹത്തിന്റെ ഈ പത്രസമ്മേളനം നല്ല രീതിയിൽ കാണാനുള്ള അവർ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ സാധാരണക്കാരായ ജനങ്ങൾ എന്തായിരിക്കും? അതാണ് പ്രസക്തമായ കാര്യം. CPM-കാർക്ക് പോലും കാണണ്ട. പിന്നെ ഈ മാധ്യമങ്ങളിനെ വിലപിച്ചിട്ട് കാര്യമുണ്ട്. മാധ്യമങ്ങളോട് മോശമായി പെരുമാറി പിണറായി എന്നുള്ളതൊരു സത്യം, അതൊരു വശത്ത്. രണ്ടാമത്തെ വശം ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ നമ്മുടെ ഒരു വിഷ്വൽ മീഡിയ കാണുമ്പോൾ ഉള്ള അതിന് പറ്റിയ ഒരാളല്ല പിണറായി. അതിനോട് കൂട്ടി പറയാനാണ് നമുക്ക് സഭാ TV-യിൽ ഇപ്പം വരുന്ന വീഡിയോകളുടെ വ്യൂസ് എത്ര, അതായത് അത് ചാനലുകൾ കൊടുക്കുമ്പോൾ തന്നെ അതിലൊക്കെ ലക്ഷങ്ങളാണ്. സഭാ TV ടി വി ഉള്ളവർ നമ്മുടെ പല ആളുകൾ പണ്ട് അറിഞ്ഞുകൂടായിരുന്നു. ഇവിടെ ഇപ്പോൾ സഭാ TV-ക്കാണ് ഡിമാൻഡ്. നമ്മളൊക്കെ തന്നെ സഭാ TV ഏതെങ്കിലും അസംബ്ലിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ബയറ്റൊക്കെ കട്ടി നന്നായിട്ട് ഓടുന്നുണ്ട്. താല്പര്യമുണ്ട്, അത് കാണാൻ ജനം ആഗ്രഹിക്കുന്നു. അതാണ് അത്രയും വ്യൂസ് കൂടാനുള്ളതിന്റെ ഒരു കാര്യം. ഇവിടെ ഇത് കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നില്ല. പിണറായി വിജയൻ ഇന്നുള്ള പ്രായത്തിലാണ് വി.എസ്. അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കാലത്തിനനുസരിച്ച് മാറാനും ഇലക്ട്രോണിക് മീഡിയയുടെ യുഗത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ യുഗത്തിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ പത്രസമ്മേളനം നടത്തണം, എങ്ങനെ പത്രക്കാരെ അഭിമുഖീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത് ഭംഗി അദ്ദേഹം നിർവഹിച്ചു. പിന്നെ പിണറായി സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ചുറ്റും നിൽക്കുന്ന ഈ കക്ഷികളുണ്ടല്ലോ, ഇവർ പറഞ്ഞു കൊടുത്താണ് നിങ്ങൾ ബലം പിടിച്ച് നിൽക്കണം, നിങ്ങൾ പൊട്ടും VS-നെ പോലെ പ്രസൻ്റ് ആവരുത്, അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ ആവരുത്, നിങ്ങളങ്ങനെ ബലം പിടിച്ച് നിന്ന് കാര്യങ്ങൾ ചെയ്യണം, എന്നാൽ അതൊരു മാസമാവുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്താണായിരിക്കാം. എപ്പോഴും ഈ വലിയ വലിയ ആളുകൾ അവത്തമാരാളെ ചുറ്റും നിൽക്കുന്ന വിഡ്ഢികളായ ഉപദേഷ്ടാക്കളെ കൊണ്ടാണ്. ഈ തെറ്റായ ഉപദേഷ്ടാക്കളാണ് പലപ്പോഴും പല പ്രമുഖരെ വെള്ളത്തിലാക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം ആ ലൈവ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് പരാതി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ മുഴുവൻ കണ്ടായിരുന്നു ആ പത്രസമ്മേളനം വയനാട്ടിലത് പിണറായി വിജയൻ്റെ കാര്യമായിട്ടുള്ള ഇല്ല. എത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്? കുറച്ച് നേരം കണ്ടാൽ മതിയായി കാണും. കാരണം നമുക്ക് തന്നെ അറിയാം അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം. അദ്ദേഹം കടാശ്രദ്ധിച്ച് അങ്ങോട്ട് വായിക്കും. ഇത് മനുഷ്യനിർമ്മിത ദുരന്തമൊന്നുമല്ല, ഇത് ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ കുഴപ്പമാണ്, അങ്ങനെ ഇതിങ്ങനെ. ഇവിടെ പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം നടത്തിയതും ഈ തുരങ്കം ഉണ്ടാക്കാൻ 2 ഉദ്ഘാടനം നടത്തിയ ആൾ പങ്കെടുത്ത ആളാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ഈ സംസ്ഥാന സർക്കാർ നോക്കിയില്ല എന്ന് പറഞ്ഞാൽ അതേ പറയുള്ളൂ. നമുക്കറിയാം അതിനെന്ത് പ്രസക്തി. മാത്രമല്ല ഈ ചാനലുകളെയും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളെയൊക്കെ സംബന്ധിച്ച് അവരുടെ ടൈം വളരെ വിലപ്പെട്ടതാണ്. വെറുതെ ഇത് കാണിച്ചുകൊണ്ടിരുന്നിട്ട് ആരും കാണില്ല. ആരും കാണാത്തൊരു കാര്യം ആരും കൊടുക്കില്ല. ഇത് കാണാൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി കാണാൻ ആളുണ്ടെങ്കിൽ ഇത് നോക്കുള്ളൂ, അതല്ലാതെ ആർക്കാണ് ഇത്? അതാദ്യം മനസ്സിലാക്കേണ്ടത് സത്യം പറഞ്ഞാൽ CPM-കാരാണ്. അവർ മനസ്സിലാക്കണം. അല്ലാതെ അവരെ കേൾക്കാൻ ആളില്ലെങ്കിൽ
അവരുടെ ശൈലി ശരിയല്ല, അത് മാറ്റണം എന്നാണ് അവർ ചിന്തിക്കേണ്ടത്. പക്ഷെ അത് ഞങ്ങൾ ശരിയാണ്, ബാക്കിയുള്ളവരാണ് തെറ്റെന്നുള്ള അവരുടെ ചിന്ത, അത് പണ്ട് തൊട്ടേ അവരുടെ ഒരു പ്രവണത അത് തന്നെയാണ്. അത് മാറ്റി വെക്കാതെ ഒരിക്കലും അവർ നന്നാവില്ല. ഒരു വ്യക്തിയെ കാണിച്ചുകൊണ്ട് ഈ റിമോട്ട് ഇരിക്കുന്ന പ്രേക്ഷകൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, അവനത് മാറ്റാം, അത് റിമോട്ട് ഒന്ന് അമർത്തി അത് വേറെ വല്ല കണ്ടുകൊണ്ടിരിക്കാം. ഈ പിണറായിയുടെ ഈ രീതി, ഈ ഒരു നിരന്തരമായി എഴുതിക്കൊണ്ടുവന്ന് ഇങ്ങനെ, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ കോവിഡ് കാലത്ത് ആ സമയത്ത് ഇത് കാണുമ്പം ഏതൊരു മലയാളം ചിന്തിച്ചു ഇദ്ദേഹം ഇത് എന്താ പറയുന്നത്, ഇതെന്ത് കാര്യത്തിന് ഇത് വായിക്കുന്നത് എന്ന് അന്ന് നമ്മൾ ചിന്തിച്ചു. അതേ ഒരു ഓർമ്മ ഉണ്ടല്ലോ, അതൊരു 3/4 മണിക്കൂർ അതേ ഇത് വായനയാണ്. അത് നമ്മൾ നോർമലി ഏതൊരു മനുഷ്യനും അറിയാവുന്ന കുറെ വീട്ടിലെ പലവ്യഞ്ജന ഇതൊക്കെ വായിക്കേണ്ട കാര്യമില്ലല്ലോ, ഇത് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ചാനലുകളിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ നേടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ പത്രസമ്മേളനം നടത്തുന്നു. അവിടെ നമ്മളെല്ലാം ലൈവ് പിടിച്ചാൽ കൊടുക്കുകയാണ്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അവരുടെ രീതി അനുസരിച്ച് ആദ്യം അതിൻ്റെ ഫോർമാലിറ്റി മുഴുവൻ അവർ പറയും, അതിന് ഒരുപാട് സമയം. ഇപ്പം നമ്മളിങ്ങനെ നോക്കിയിരിക്കണം, ഫ്ലാഷ് ഇറക്കി കൊടുക്കാനാണല്ലോ, തീയതി എന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളം അല്ലെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, കേരള നിയമസഭ വരുമ്പോൾ ഒക്കെ നമുക്ക് കൂടുതൽ താല്പര്യമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞാലും ചിരിക്കുക, തേങ്ങ പൊട്ടിക്ക് സ്വാമി എന്ന് പണ്ട് സിനിമ പറഞ്ഞതുപോലെ എല്ലാവരും കാത്തിരിക്കുകയാണ്, ഇതെങ്ങനെയെങ്കിലും ഒന്ന് തുടങ്ങി കിട്ടിയാൽ മതിയെന്ന്. പിണറായി വിജയൻ സംഭവിക്കുന്നത് അദ്ദേഹം എന്താണ് പറയുന്നത് എല്ലാവർക്കും അറിയാം. അത് ബി.ഡി. സതീശൻ്റെ പത്രസമ്മേളനം കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം മലയാളത്തിൽ പറയുന്നു, അദ്ദേഹം ഇംഗ്ലീഷിൽ പറയുന്ന കാര്യം ഷാർപ്പാണ്, ചോദിച്ച ഉത്തരം അപ്പം റെഡിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ഒറ്റ ചോദ്യത്തിലാണ് CPM പെട്ടിരിക്കുന്നത്. കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടറി വിഴിഞ്ഞത്തെന്ത് കാര്യം എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്, സ്റ്റോപ്പ്, പരിപാടി നടത്തി. മാത്രമല്ല അന്ന് അദ്ദേഹം വന്നത് ദേശാഭിമാനി കൊടുത്ത പത്രത്തിന്റെ ആ കോപ്പിയുമായിട്ടാണ് വന്നത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹം ഒരു വിഷയത്തെ എത്രത്തോളം പഠിക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ് അത്. അദ്ദേഹം പഠിക്കുന്നുണ്ട്, അദ്ദേഹം ചുറ്റും നിൽക്കുന്നവർ നല്ല വിവരമുള്ളവരായിരിക്കും. അപ്പോൾ അത് തന്നെ അതിൻ്റെ കാര്യം. മാധ്യമ പ്രവർത്തകരാണെങ്കിൽ കുറെ സീനിയേഴ്സാണ്, അവർ കൃത്യമായിട്ട് അവരെ തപ്പിയെടുത്ത് കൊടുക്കാനുള്ള ആളവിടെ ഉണ്ട്. ഇവർക്കതില്ല, അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള പിണറായി വിജയനോട് ഉള്ളുകൊണ്ട് CPM-കാർക്ക് താല്പര്യമില്ല. ഇതിൽ നമ്മൾ രസകരമായിട്ടുള്ള മറ്റൊരു വസ്തുത, ഇനി പിണറായി മാറി വേറെ ആരെങ്കിലും പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ അതാണ് ലോക കോമഡിയായി മാറി. അതിൽ ഉദാഹരണമാണ് MP ഗോവിന്ദന്റെ പത്രസമ്മേളനം, M സ്വരാജിന്റെ പത്രസമ്മേളനം, ഇതൊക്കെ പി രാജീവ് ഇതൊക്കെ നടത്തുമ്പോൾ ട്രോളന്മാർ സത്യം അവർക്ക് ആഘോഷിക്കാനുള്ള വകുപ്പ് ഇവർ തന്നെ തുറന്നിട്ടുണ്ട്. പിന്നെ പിണറായി വെറുതെ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരാകുമ്പോൾ ഈ അവരെ മറ്റേ പാർട്ടി സാഹിത്യം പറയുന്നതുകൊണ്ട്, മറ്റേ എന്താണ് വൈരുദ്ധ്യവാദവും ഒക്കെ പറഞ്ഞുകൊണ്ട് ആർക്കും മനസ്സിലാവില്ല. ഒറ്റവാക്ക് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നേരം വണ്ണം സംസാരിക്കാൻ അറിയാവുന്ന ഒറ്റ മനുഷ്യൻ ഇപ്പോൾ CPM-ൽ ഇല്ല. അത് നമുക്ക് അസംബ്ലിയിൽ നിന്ന് മനസ്സിലായതാണ്. വല്ലു വരുന്നേരം അങ്ങോട്ട് പറയൂ എന്ന് KN ബാലഗോപാൽ പറഞ്ഞപ്പോഴാണ് പിണറായി നെട്ടി എണീറ്റ് എന്താണ് സംഭവിച്ചത് നോക്കുന്നത്. ഇത് തന്നെയാണ് പിണറായി വിജയൻ്റെ പത്രസമ്മേളനം എന്തുകൊണ്ട് എല്ലാവരും കൊടുത്തില്ല എന്നുള്ളതിനുള്ള കൃത്യമായ ഉത്തരം.